ടീച്ചർ വരുന്നത്. Good afternoon, teacher. Good afternoon. Sit down. അമ്മ, മദർ, ഇതാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്ന വാക്ക് അല്ലേ? ദൈവം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? പറയേ, ആരാ? അമ്മ. നിങ്ങൾ പറഞ്ഞേ, ആരാ? അത് തന്നെ. പിന്നെ അമ്മ ഒന്നേ ഉള്ളൂ, നമ്മുടെ ദൈവത്തെ പോലെ. 1000 പൊറ്റമ്മമാർ വന്നാലും നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ ആവില്ല. അതിന് ഞങ്ങൾക്ക് അമ്മയില്ലല്ലോ. അമ്മമാരുടെ സ്നേഹത്തിനു മുന്നിൽ അസൂയപ്പെട്ടിട്ട് ദൈവം അവരെ വേഗം ദൈവസന്നിധിയിലേക്ക് വിളിപ്പിച്ചതാകാം. ഒരു മാലാഖയെപ്പോലെ അവർ എപ്പോഴും നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. മാലാഖയായി മാത്രമല്ല, ശലഭമായും പക്ഷികളായും ഒക്കെ അവർ നിങ്ങളെ കാണാനായി വരും. അതിന് മാലാഖമാർ സുന്ദരികളായിരിക്കോ? സുന്ദരികളായിരിക്കും. അവരെവിടെയാ താമസിക്കുന്നേ? മേഘങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരങ്ങളിലാണ് അവർ താമസിക്കുന്നത്. അവർ നമ്മളെ കാണാനായി ഭൂമിയിലേക്ക് വരും. അപ്പൊ നമുക്ക് അവരെ കാണാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളെപ്പോലെ നിഷ്കളങ്കരായ കുട്ടികൾക്ക് തീർച്ചയായും കാണാൻ പറ്റും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നാ മോനെ തനിയിരിക്കുന്നത്? അമ്മ ശലഭങ്ങളുടെയും മാലാഖമാരുടെയും രൂപത്തിൽ വരുമെന്ന് ടീച്ചർ പറഞ്ഞു. അതുപോലെ എൻ്റെ അമ്മയും വരുമോ ഫാദർ? അതെ മോനെ, നിന്റെ അമ്മയും ഒരു വിശുദ്ധ മാലാഖയെ പോലെ നിന്നെ കാണുന്നുണ്ട്. ആ മാലാഖയെ നിനക്ക് കാണണ്ടേ? വാ, എന്നോടൊപ്പം വരൂ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം.
അച്ചു, ഒരു കുട്ടിയെ കാണാനില്ല. എന്ത്? ഇവിടെ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണല്ലോ. ഏത് കുട്ടിയാ? ജിനു ജോസഫ്. ഓ, അവനോ? അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നന്നായി നോക്ക്, ആ ഗേറ്റ് പൂട്ടിയതല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള കുട്ടിയായിരുന്നു അവൻ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ നിന്നോട് ആവശ്യപ്പെടുക, എൻ്റെ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം. അച്ഛൻ എന്താ ചായ പറയുന്നത്? ഞാൻ ഈ ഓർഫനിൽ തന്നെയല്ലേ ജനിച്ചു വളർന്നത്. അവൻ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ആരൊക്കെ അച്ഛോ? അവനെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് കാണാറുള്ളത്. അവന് പ്രത്യേകിച്ച് അടുപ്പക്കാരൊന്നുമില്ല. അവൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നോ? അവൻ അടുപ്പമുള്ളവരെയൊക്കെ എനിക്ക് ചോദ്യം ചെയ്യണം. ഫാദർ വിഷമിക്കണ്ട, അവൻ്റെ ഒരു ഫോട്ടോ എനിക്ക് തന്നാൽ മതി. എത്രയും പെട്ടെന്ന് ഫാദറിൻ്റെ മുന്നിൽ അവനെ എത്തിക്കുന്ന കാര്യം ഞാനേറ്റു. ഈ ജോൺ കുര്യനാ പറയുന്നത്. എന്താ മോളെ, പെട്ടെന്ന് കഴിക്കും. നല്ല കുട്ടിയല്ലേ, ചക്കര കുട്ടിയല്ലേ. ഇത്ര നേരം തിരക്കി നടന്നിട്ട് എൻ്റെ അമ്മയെ കാണുന്നില്ലല്ലോ കർത്താവേ. അപ്പൊ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ദേ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി തരുമോ? എന്താ അത്? ഒന്നുമില്ല, പോയേ പോയേ പോയേ. ദേ വേഗം പടമൊക്കെ സൂക്ഷിച്ചു വെച്ചോട്ടാ. ആ
എവിടെയടി കാശ്? ഇത് നിനക്ക് അറിയില്ലല്ലേ, ഇത് നിന്നോടാ ചോദിച്ചേ. എടി എവിടെയടി കാശ്? ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്ത് കാശുണ്ടാക്കി എനിക്ക് കുടിക്കാനാ, അല്ല നിനക്കും പിള്ളേർക്കും കഞ്ഞി വെച്ച് കുടിക്കാനല്ലോ. ഇങ്ങോട്ടിറങ്ങി പാടി.